ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. സൗണ്ട് എണീക്കണെന്ന് വെച്ചാൽ രാവിലെ എണീറ്റിരിക്കുക. സോ ഇന്ന് നമ്മളൊരു ഡേ ഇൻ മൈ ലൈഫായിട്ടാണ് വന്നേക്ക്. കുറേ റിക്വസ്റ്റ് വന്ന വീഡിയോ ആയിട്ടാണ് ഞാൻ ഇട്ടത്. പിന്നെ ഞാൻ വിചാരിച്ചു വെക്കേഷനായിട്ട് ഇടാന്ന്, പക്ഷേ പിന്നെ വിചാരിച്ചു ഒരു ചെറിയ ഡേ ഇൻ മൈ ലൈഫായിട്ടിടാന്ന്. സോ നമുക്ക് നേരെ ഞാൻ ഇനി യൂണിഫോമൊക്കെ ഇടണം. സോ നമുക്ക് യൂണിഫോമൊക്കെ ഇട്ട് കാണാം. ബ്രേക്ക്ഫാസ്റ്റ് ഇഡലി. സുരേഷിന് റെഡിയായി. ഗീസ്, നമ്മൾ ഇപ്പം ബസ് ഇപ്പം അതുപോലെ എത്തിയിട്ടുണ്ട്. കാലടി എത്തുമ്പോൾ നമുക്ക് ഇവിടെ നിന്ന് ഇറങ്ങി പെട്ടെന്ന് നമുക്ക് അവിടെ എത്താൻ പറ്റും. ബസ് ഇറങ്ങുമ്പോൾ കാണാം. ഇന്നും എനിക്ക് മലയാളത്തിൻ്റെ എക്സാമാണ്, ലാസ്റ്റ് എക്സാമിന് മലയാളം. അത് കഴിഞ്ഞാൽ പിന്നെ ടേം എക്സാം തുടങ്ങുന്നത് മാർച്ച് 4-നാണ്. അത് കഴിഞ്ഞ് ലീവ് ഉണ്ട്. അത് കഴിഞ്ഞ് 16 തുടങ്ങും. 16 എനിക്ക് തോന്നുന്നത് ഏതോ ഒരു എക്സാം, 6ന് ഗ്രാമർ CS ആണ്. ഫസ്റ്റ് എക്സാം മാത്സ് ആണ്, ആഫ്റ്റർനൂൺ. അത് കഴിഞ്ഞ ആണ്. പിന്നെ സൗണ്ട് ഇങ്ങനെ ഇരിക്കുന്ന കാര്യമൊക്കെ ഞാൻ പോയിട്ട് ഈ സൗണ്ടൊന്നും കാണില്ല, കാരണം രാവിലെ എണീറ്റ സൗണ്ട് എണീക്കും. കുറച്ച് കഴിഞ്ഞ് ഒരു 9 മണിയൊക്കെ ആകുമ്പോഴത്തേക്ക് മാറിക്കോളും. പിന്നെ ബസ് എത്തുമ്പോഴത്തേക്ക് സൗണ്ടൊക്കെ വയ്ക്കുക. ഇപ്പം എവിടെ എത്തിയെന്ന് ഇനി ബസ് നോക്കിയിട്ട് നമുക്ക് വീഡിയോ എടുക്കാം. ഇറങ്ങി ഗൈസ്, നമ്മൾ നടക്കാൻ ഇറങ്ങി. ഇവിടെ നിന്ന് ദൂരമുണ്ട്, പിന്നെ നടന്ന് ഇറങ്ങി പോവാം. അപ്പോൾ ഞാനാണ് ആദ്യം നടക്കുന്നത്, അമ്മമ്മ നടക്കുന്നത്. വരുന്നുണ്ട്. സോ നമുക്ക് വീട്ടിൽ വന്നിട്ട് കണ്ടിട്ട്. സോ ഗൈസ്, നമ്മൾ സ്കൂളൊക്കെ വിട്ട് വന്നിട്ടുണ്ട്. ഞാനും ആദ്യം എല്ലാവരും സ്കൂളൊക്കെ വിട്ട് വന്നു. ഇനി നമ്മൾ കുറച്ച് സ്നാക്സ് ഒക്കെ ആകുമ്പോൾ പായസം ഉണ്ടാക്കി. ഇപ്പം നമ്മൾ ആ പായസമൊക്കെ തിന്നും. ഗൈസ്, ഇപ്പോൾ സമയം 7:30 ആയിട്ടുണ്ട്. വൈകുന്നേരം 7:30. ഞാൻ ചായ കുടിച്ചില്ല, അതാണ് ഞാൻ ചായ കുടിക്കുന്നത്. ഇപ്പം ഞാൻ ഉറങ്ങി എണീറ്റത് ഉണ്ടായിരുന്നുള്ളൂ, അതാണ് വീഡിയോയിട്ട് അധികം ക്ലിപ്പ് കിട്ടാത്തത്. നമുക്ക് ഇവിടെ കുറച്ച് ക്ലീൻ ചെയ്യാനുണ്ട് റൂമൊക്കെ. അപ്പോൾ ക്ലീൻ ചെയ്തിട്ട് ഇത് വെക്കണം, ടേബിളിൽ ഇത് വെക്കണം. നമുക്ക് കുറച്ച് നേരം യോയ അയക്കാം. അത് കഴിഞ്ഞിട്ട് നമുക്ക് കഴിക്കുന്ന ഫ്രൂട്ട് ഇതല്ല എൻ്റെ പ്രോപ്പർ ഡേ ഇൻ മൈ ലൈഫ്. നമുക്ക് വെക്കേഷനൊക്കെ ആകുന്ന ഒരു ടൈമിൽ നമുക്ക് കറക്റ്റായിട്ട് ഒരു ഡേ ഇൻ മൈ ലൈഫ്.
ഞാൻ പഠിച്ചോണ്ടിരിക്കുന്നതേ ഉള്ള ഗൈസ്. അതാണ് ഞാൻ തെറ്റി തെറ്റിയിട്ട് ചെയ്യുന്നത്. ഇവിടെ എല്ലാം ടൈറ്റ് ചെയ്ത് കൊടുക്കുക. ഇതൊക്കെ കഴിച്ച് കഴിഞ്ഞിട്ട് നമുക്ക് ഇനിയുള്ള പണി എന്ന് പറയണം. ഒരു 8 മണിയാകുമ്പോഴേക്കും ഞാൻ ഈ ക്ലിപ്പ് കഴിഞ്ഞിട്ട് എടുക്കണം. അപ്പം നമ്മൾ കഴിക്കാൻ പോകണതായിരിക്കും. അത് കഴിഞ്ഞ് ഒരു 9-10 മണിയാകുമ്പോഴത്തേക്കും ടൈം ടേബിൾ നോക്കണം. പിന്നെയുള്ള ഇവിടെ വന്നിട്ട് കുറച്ച് അടുപ്പിൽ ഒരുത്ത പണികളൊക്കെ ചെയ്യണം. സാധാരണ കണ്ടോ, പഠിച്ച് തുടങ്ങണതേ ഉള്ളൂ. അതാണ് ഇടയ്ക്കിടയ്ക്ക് സ്റ്റേക്ക് വരുന്നത്. സോ ഗൈസ്, നമുക്കിനി കാപ്പി കുടിക്കുന്ന ക്ലിപ്പ് കാണാം. ഗൈസ്, അപ്പോൾ ഇപ്പോൾ സമയം 10 മണിയാവാറായി. അപ്പോൾ ഇനി ഞാൻ ഡിന്നർ കഴിക്കാൻ പോകും. ബാക്കിൽ കുറച്ച് സൗണ്ട് ഉണ്ട്, അത് ശ്രദ്ധിക്കുന്നു. Smart cities and Amrit. Telangana has also known a large population shift to the urban areas over the last 100 years. Urban population in the state is close to by 38.12. ഡിന്നർ വന്നിട്ട് ഇതാണ്. There were 10 districts in Telangana, but the new government created 31 districts in 2016 and 33 in 2008. Hyderabad district is having highest urban population, followed by Rangareddy, Mechal, Malkashgiri and Nalgonda. Lowest population has been observed in Komarambin, Rajana Sisila, Jangam, Manapatti, Dogalaka, Gadwal. State average density is 312 persons per state rank. Second is the concentration of the special economic zone located mostly in Hyderabad. The ecosystem on the Hyderabad majority of the city is a favorite awesome location for പക്ഷേ ആരോ മറന്നു നിന്ന് കളിക്കുന്നു. ഈശോര് എല്ലാവരും ഞാനും ഇന്ന സാറിന്റെ സ്വന്തം സംഭവം. അതാ എനിക്ക് തോന്നുന്നു നാളെ മാത്രമേ കുറച്ച് പിരീഡൊക്കെ ജയിക്കാൻ അനുവദിക്കരുത് സംഭവം. പെട്ടെന്ന് നമുക്ക് എന്തെങ്കിലും ഒന്ന് ചെയ്യണം, അല്ലെങ്കിൽ നമ്മളങ്ങ് കൂടുന്നു കരുതും എല്ലാവരും. അതിരിക്കട്ടെ, എന്തായി സ്വാമി മാറുവാടിയുടെ കയ്യിൽ നിന്നും പൈസ പണമെടുക്കുന്ന കാര്യം? അത് നടക്കൂ? നടക്കാതെ സാറിനോട് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല, ഒരു ലേഡിയാണ് ഫണ്ട് ചെയ്യണത്. അവര് നമ്മളെ പറ്റിയൊക്കെ അന്വേഷിച്ചു. സാറിനെ പറ്റി അറിഞ്ഞപ്പോ നമുക്ക് എത്ര രൂപ വേണമെങ്കിലും ഏത് സമയത്തും തരാമെന്നാണ് അവര് പറഞ്ഞിരുന്നത്. ചില ഡോക്യുമെന്റുകൾ ഒപ്പിട്ട് കൊടുത്താൽ മതി. എന്ത് വേണമെങ്കിലും ചെയ്യും, ഏത് ഡോക്യുമെന്റ്സ് വേണമെങ്കിലും സൈൻ ചെയ്യും. ഒന്ന് തലയുയർത്തി പിടിച്ച് നിൽക്കുക എന്നുള്ളതാണ് പദ്ധതി. എത്രയും പെട്ടെന്ന് സ്വാമി അതിനു വേണ്ട കാര്യങ്ങൾ ചെയ്യും. ഒന്നിനു പുറകെ ഒന്നായുള്ള തിരിച്ചറിയും. അതെനിക്ക് താങ്ങാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. ഞാൻ ചെയ്യാം സാർ. ഇന്ന് തന്നെ അവരെ വിളിച്ച് ഡോക്യുമെന്റുകൾ ശരിയാക്കാൻ പറയാം. സ്വാമി തന്നെ എല്ലാം നോക്കി കണ്ടും ചെയ്യണം. ആരുടെയും മുന്നിൽ പോയി കഴിഞ്ഞിട്ട് നിൽക്കാൻ നാളെ തൊട്ട് ഡേറ്റ ഹാൻഡലിംഗ് ഒന്നും വേണ്ട. ക്ലാസ്മേറ്റിന്റെ എല്ലാം വാങ്ങാൻ കിട്ടി വെച്ച് നമുക്ക് സ്കൂളിൽ നിന്ന് കിട്ടി. കുറെ പേർക്കൊന്നും കിട്ടിയില്ല. നമുക്ക് ടൈം ആ 15 സെന്റ് സ്ഥലത്തിന്റെ കാര്യം മുത്തശ്ശിയാണെങ്കിൽ ഓർമ്മിപ്പിക്കണമെന്ന്. ഇപ്പൊ മുത്തശ്ശി പറയുന്നത് കേട്ടില്ലേ? സോമൻ അച്ഛനും ആമിനി അമ്മച്ചിക്കും കുറച്ച് ദിവസത്തേക്ക് പണയം വെക്കാൻ അതിന്റെ ആധാരം ചോദിച്ചു. ആ സോമൻ ആ ജ്യോതിശാലയിൽ ഒരു വലിയ കെട്ടിടത്തിൽ നടത്തണമെന്നോ എടുക്കണമെന്നോ ഒക്കെ പറയുന്നത് കേട്ടു. ഞാൻ ഈ കാര്യം പറഞ്ഞെന്ന് അവരെ അറിയണ്ട കേട്ടോ. നിങ്ങളോട് പോലും പറയരുതെന്നാ പറഞ്ഞത്. അതും ഞങ്ങൾക്ക് അവകാശപ്പെട്ട 13 സെന്റ് സ്ഥലത്ത്. കൊച്ചേ, സോമൻ ഒരു മഹാമന്ത്രവാദിയാ. കിടക്കാനൊന്നും പോണ്ട. എന്തേലും കുണ്ടോത്രമോ കൊനഷ്ടോ ചെയ്ത് ഈ കുടുംബം കുളം തോട്ടും. ആധാരം ഞാൻ കൊടുക്കാതിരുന്നാ പോരെ? അത് മതി. എന്നിട്ട് എത്രയും പെട്ടെന്ന് മുത്തശ്ശി അത് ഞങ്ങളുടെ പേര് രജിസ്റ്റർ ചെയ്ത. അപ്പൊ പിന്നെ ഇക്കാര്യം പറഞ്ഞ് അവര് മുത്തശ്ശി ബുദ്ധിമുട്ടിക്കാൻ വരത്തില്ലല്ലോ. അതെ, അല്ലെങ്കിൽ തന്നെ
ഈ പ്രായത്തിൽ മുത്തശ്ശി എന്തിനാ ഇങ്ങനത്തെ ടെൻഷനൊക്കെ എടുക്കുന്നത്? എങ്ങാണ് വീണ് പോയാ ഞങ്ങൾ രണ്ടുപേരല്ലേ കാണും. സ്വന്തം മോനും മരുമോളും ദേവിയൊക്കെ നോക്കുമെന്ന് മുത്തശ്ശി കരുതുന്നു. അതില്ല. എന്നെ നോക്കാൻ എന്റെ ശരത്തുമോനും നിത്യമോളും മാത്രമേ ഉണ്ടാവൂ എന്ന് മുത്തശ്ശിക്ക് അറിയാം. പിന്നെ ബാമിനെ സോമനെ ചോദിച്ചപ്പോ ആർത്ത് മുറിച്ചില്ല എന്ന് പറയാൻ ഒക്കത്തില്ല. അതുകൊണ്ട് ഞാനൊന്ന് ആലോചിക്കട്ടെ എന്നൊരൊഴുക്ക മട്ടിലങ്ങ് പറഞ്ഞേ ഉള്ളൂ. അങ്ങനെ ആർക്കും ആശ കൊടുക്കരുത് മുത്തശ്ശി. ആശ കൊടുത്തിട്ട് നമ്മളത് കൊടുക്കാതിരുന്ന അത് പിന്നെ ഒരു വൈരാഗ്യം. എന്തൊക്കെ പറഞ്ഞാലും നമ്മുടെ കൂടെ നിൽക്കുന്നവരല്ലേ മുത്തശ്ശിയുടെ സ്വന്തം അനിയൻ. ശരത്തുമോനെ, ബാമിനെയൊക്കെ അനിയത്തിയൊക്കെ തന്നെയാണ് എന്ന് കരുതി കണ്ണും പൂട്ടി ആധാരം അങ്ങ് കൊടുക്കാൻ പറ്റുമോ? നിശ്ചയിച്ച് ഉറപ്പിച്ച കല്യാണത്തിന്റെ തലേന്ന് കയ്യിൽ കിട്ടിയതെല്ലാം വാരിപ്പെറുക്കി ഈ സോമന്റെ ഒപ്പം നാട് വിട്ടോളാം ബാമിനി. കുടുംബത്തെ മൊത്തത്തിൽ നാണം കെടുത്തി അവളെ ആകെ ചേർത്ത് പിടിച്ചു നിർത്തുന്നത് ഞാൻ മാത്രം. അല്ല, അതിന്റെ ഒരു സ്നേഹമൊക്കെ എന്നോടും ഉണ്ട്. എന്നാലും മുത്തശ്ശിയമ്മ പറഞ്ഞാൽ മതി, ഞാനത് എന്റെ പിള്ളേർക്ക് എഴുതി കൊടുക്കുക. നിങ്ങൾക്ക് വേണമെങ്കിൽ അവരോട് പോയി ചോദിക്കാം. ഇതൊക്കെ എനിക്ക് തറപ്പിച്ച് പറയണമെങ്കിൽ കല്യാണത്തിന്റെ ഒരു തീയതി പറയണ്ടേ? അടുത്ത ആഴ്ച നടക്കുന്നു, പിന്നത്തെ ആഴ്ച നടക്കുന്നു എന്നിങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്നാ മതിയോ? ശരത്തേട്ടാ, ഇക്കാര്യത്തിൽ ഒരു തീരുമാനം എടുക്കേണ്ടത് ശരത്തേട്ടനാ. ആ, ഞാൻ കൈവിട്ട് പോയിട്ട് പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ല. കണ്ണായ 15 സെന്റ് സ്ഥലമാ മുത്തശ്ശി നമുക്ക് തരാൻ പോകുന്നത്. അത് വെച്ച് നമുക്കൊരു ബിസിനസ് തുടങ്ങിക്കൂടെ? കല്യാണത്തിൽ അത് ഏറ്റവും അടുത്ത ദിവസം ഞാൻ എന്തുകൊണ്ടെന്നാലും പിറ്റേ ദിവസം നമുക്ക് ടെക്സ്റ്റ് വെച്ചിട്ട് സീക്രട്ട് പ്ലേസിലൊക്കെ നോക്കാം. നീ ഇപ്പൊ ഇറങ്ങി പോകുന്നത് നാശത്തിലേക്കാണ്. ഒരു നല്ല വഴിക്ക് എന്റെ മകനെ ഇറങ്ങുമ്പോ അവശമായിട്ട് വന്ന് കേൾക്കണം. എക്സ്ക്യൂസ് മീ സർ, ഗൗതം ഗോപിനാഥിന്റെ അടിയാധാരം ഉൾപ്പെടെ സാർവതും ഇപ്പൊ നമ്മുടെ കയ്യിലെത്തിക്കഴിഞ്ഞു. മാംഗല്യം തന്തുനാനേന നാളെ രാത്രി 9 മണിക്ക്. മാംഗല്യം തന്തുനാനേന co-powered by കല്യാൺ സിൽക്സ് 7-day ലുക്ക് കോട്ടൺ ഫെസ്റ്റിവൽ. ഇന്ത്യയിലെ ഏറ്റവും വലിയ കോട്ടൺ ശ്രേണികൾ ഏറ്റവും കുറഞ്ഞ വിലയിൽ. അസോസിയേറ്റ് സ്പോൺസർ ഇന്ത്യയിലെ നമ്പർ 1 ജ്വല്ലറി ഗ്രൂപ്പായ ജോസ്കോ ജ്വല്ലേഴ്സ്. മലയാളക്കരയിൽ വെച്ച് ഹാസ്യ പരമ്പര വീണ്ടും കാണാം. നോട്ട്ബുക്ക് ഇത്രേ ഉള്ളൂ. ടെക്സ്റ്റ് ബുക്ക് ചന്ദ്രപഥം എല്ലാ ദിവസവും രാത്രി 10:30. ഇതോടെ നമ്മളെ ഡേ ഇൻ മൈ ലൈഫ് അവസാനിക്കും. അവതരിപ്പിക്കുന്നു പുതിയ ഗോദ്രേജ് എയറോ. എന്ത് വീഡിയോ ഇട്ടാലും ആരും കാണും. ഗോദ്രേജ് എയറോ 30 ദിവസം നീണ്ടു നിൽക്കുന്ന പുതിയ കാർ പോലെയുള്ള സുഗന്ധം 99 രൂപ. ഗ്രാഫ് ബുക്ക് വെറും 20 രൂപയ്ക്ക് നിങ്ങളുടെ ഡാർക്ക് ഫാന്റസി പാക്ക് വാങ്ങൂ. ഇനി ചോക്കോ നന്മയിൽ മുഴുകൂ. ദുർഗന്ധത്തിന് കാരണം ബാക്ടീരിയ. ഇത് എച്ച് പാത്രങ്ങളിൽ 19 മിനിറ്റിൽ 70% വരെ വർദ്ധിക്കുന്നു. ആന്റി ബാക്ടീരിയൽ ഇത് ബാക്ടീരിയയെ കൊല്ലുന്നു വെറും 10 സെക്കൻഡിൽ. മക്കളുടെ ആരോഗ്യത്തിന്റെ കാര്യമല്ലേ, ചാൻസ് എഴുതാനേ പറ്റില്ല. ഫ്രം ജ്യോതി ലാബ്സ്. എവിടെ പോയി? ഇനി മുതൽ കിസാൻ നൽകുന്നു മിക്സ് ഫ്രൂട്ട് ജാമിൽ 30% കൂടുതൽ ഫലം. മാഡം, ഇത് ഫ്ലോർ ക്ലീനറല്ല, മാജിക് ആണ്. ഇതിലും നല്ല ഫ്ലോർ ക്ലീൻ മറ്റൊന്നും ചെയ്യാനാകില്ല. ലൈസോൾ ചെയ്താലോ? വൃത്തിയുടെ കാര്യത്തിൽ ലൈസോൾ 10 മടങ്ങ് ബെറ്റർ ആണല്ലോ. ജംപ് കിൽ ടെസ്റ്റ് ചെയ്താലോ? ജേർസിനെ കൊല്ലുന്നതിനും ലൈസോൾ 10 മടങ്ങ് ബെറ്റർ ആണ്. സാധാരണ ക്ലീനറിനെ അപേക്ഷിച്ച് ലൈസോൾ നൽകുന്നു 10 മടങ്ങ് ബെറ്റർ ക്ലീനിങ്. 10 മടങ്ങ് ജേർസിനെ കൊല്ലുന്നു വെറും 3 മതി. സ്മാർട്ട് ആക്കി ലൈസോൾ സ്റ്റാർട്ട് ചെയ്യും. സോ ഗൈസ്, ഇത് നമ്മുടെ ഡേ ഇൻ മൈ ലൈഫിൻ്റെ ലാസ്റ്റ് പാർട്ടാവാറായി. അതിന് മുമ്പ് ഞാൻ വരച്ച കുറച്ച് പിക്ചേഴ്സ് നിങ്ങൾ പോയി കണ്ടിട്ടോ. ഒരു മിനിറ്റ്, ഞാൻ ലൈറ്റ് ഒന്ന് കുറച്ചോട്ടെ. നല്ല പൂർണ്ണചന്ദ്രൻ ഉദിച്ചതുപോലത്തെ മുഖം. പൗർണമി കല
ആ സൗന്ദര്യവും അമ്മ നിലവിന്റെ സ്നേഹമൊന്നും അനുഭവിക്കാനുള്ള ഭാഗ്യമില്ലാതായി പോയി എനിക്ക്. അല്ലെങ്കിലും നഷ്ടപ്പെടുമ്പോഴാണല്ലോ അമ്മ നമുക്ക് ചെയ്തതിന്റെ വില അറിയുന്നത്. അയ്യോ ഒന്നുമില്ലേ, എന്താണാവോ? സോ ഗൈസ്, ഇന്നത്തെ ഡേ ഇൻ മൈ ലൈഫ് ഇത്രയോളം. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ എനേബിൾ ചെയ്യുക. മറ്റൊരു വീഡിയോ ആയിട്ട് കാണാൻ